മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒബാമ തന്നെ അവിടെ വിജയിയായി. എന്നാൽ അതിൻ്റെ ഫലങ്ങൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ അല്പായുസായിരുന്നു. ആദ്യ ദിവസം ഒരല്പം മുന്നേറ്റം കുറിക്കുകയും പിന്നീട് അമേരിക്കൻ വിപണികൾ താഴോട്ട് പോവുകയും അതിനെ തുടർന്ന് ആഗോള വിപണികളെല്ലാം വീണ്ടും നഷ്ടത്തിലേക്ക് വരികയുമാണ് ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ച് അതേ തരത്തിൽ ആ റിയാക്ഷൻ ഇവിടെ വന്നില്ല. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI അവരുടെ റിസൾട്ട് വിപണി പ്രതീക്ഷിച്ചത്ര അത്രയും വന്നില്ല. ഓയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ONGC അതിൻ്റെ റിസൾട്ടും മോശമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വാരത്തിൻ്റെ അവസാനത്തോടു കൂടി വന്ന റിസൾട്ടുകൾ വളരെ മോശമായത് വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മാർക്കറ്റ് വാച്ചിലേക്ക് ഹെഡ് ഇക്വിറ്റി CEO ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒബാമയുടെ വരവ് അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയായിരുന്നു. മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അമേരിക്കയിൽ ധാരാളം പൊസിഷൻ ഉണ്ടായിരുന്നു. ആ പൊസിഷനുകളെല്ലാം ഒന്ന് അൺവൈൻഡ് ചെയ്തപ്പോൾ അതിൽ കണ്ട ഒരു പ്രതികരണമാണ് കണ്ടത്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റ് മെച്ചപ്പെടുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീപാവലി ആകുമ്പോഴേക്കും നിഫ്റ്റി ഒരു 6000 ലെവൽ അല്ലെങ്കിൽ 5900 എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ദീപാവലിയുടെ പ്രഭ ഒരല്പം താഴ്ന്നില്ലേ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ഈ റിസൾട്ടുകൾ മോശമായതോടുകൂടി? ലാസ്റ്റ് വീക്ക് ഈ കലാശക്കൊട്ട് മോശമാകുക എന്നുള്ള രീതിയിലായി. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കായ ആ ബാങ്കിങ് റിസൾട്ട് മോശമായി. NBA കൂടി, അതുപോലെ അസറ്റ് ക്വാളിറ്റിയിലുണ്ടായ മോശം. ഇത് രണ്ട് കാരണങ്ങളായിരുന്നു പ്രധാനമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ONGC, സിപ്ല ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളുടെ റിസൾട്ടും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ മോശമായിരുന്നു. ലാസ്റ്റ് വീക്ക് വരെ എല്ലാ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. എന്നാൽ ഈ ആഴ്ചയോടുകൂടി ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ മോശമായി. അത് ഒരു പരിധിവരെ സനൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ദീപാവലിയുടെ ചാം നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ ഒബാമയുടെ തിരഞ്ഞെടുപ്പ്, റോംനി വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടുത്തെ ബിസിനസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്നു. എന്നാൽ ഒബാമ വരുന്നതോടുകൂടി വീണ്ടും ടാക്സ് കട്ട് ഉണ്ട്. അത് 2012 ഡിസംബറിൽ എക്സ്പയറി ആകുന്നു. അപ്പോൾ പുതിയ ടാക്സേഷൻ, ഹയർ ക്ലാസ്സിന് കൂടുതൽ ടാക്സ് വരാനുള്ള സാധ്യതയൊക്കെ നേരത്തെ ഒബാമ പറഞ്ഞിരുന്നു. അത് തീർച്ചയായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിനും ഹയർ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവാണ്. അതാണ് ഇമ്മീഡിയറ്റ് അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഒരു കാരണം അതാണ്. അപ്പോൾ US മാർക്കറ്റിൽ ഒരു അപ്മൂവ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ റിഫ്ലക്ഷൻ ഒരു പക്ഷേ റൊംനി ആയിരുന്നു അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഇന്ന് മാർക്കറ്റ് 5900 6000 ലെവലിൽ ഇന്ന് മാർക്കറ്റ് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇവിടെ രണ്ട് റീസൺ. ഒന്ന്, ഒബാമ വന്നു. എന്നാൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒബാമ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അപ്പോൾ ഷോർട്ട് ടൈം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റിയാക്റ്റീവ്. അപ്പോൾ അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ദീപാവലിയോട് കൂടി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 5900 ലെവലിലേക്ക് വരാനുള്ള എനർജി മാർക്കറ്റിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ഫ്യൂവൽ ആവശ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ആ ഒരു 5900 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അതേസമയം മാർക്കറ്റിൽ അത്രത്തോളം നെഗറ്റീവ് ഇല്ല. ഇപ്പോഴും ഈ 5700 ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പ്രധാന റീസൺ മാർക്കറ്റിന് ഇപ്പോഴും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റീസൺ തന്നെയാണ്. അതുപോലെ FIS ലാസ്റ്റ് വീക്ക് 1500 crore ബൈയിങ് സൈഡാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 1000 crore ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അത്രത്തോളം മോശം നെഗറ്റീവ്സ് ഒന്നും മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ടോട് വന്ന ആ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളൊന്ന് നോക്കിയാൽ, പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ മദ്യ കമ്പനിയായ ഡിയാഗോ കടക്കണിയിലായിരിക്കുന്ന വിജയ് മല്യയ്ക്ക് ഒരു ആശ്വാസം ഏകിക്കൊണ്ട് ഒരു ഡീൽ നടത്തുന്നു. ഏകദേശം 11,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള ആ ഡീല് യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ ഓഹരി ഇവർ വാങ്ങുന്നു. കൺട്രോളിംഗ് സ്റ്റേക്ക് വിജയ് മല്യയ്ക്ക് നഷ്ടമാകുന്നു. വിജയ് മല്യ അവസാനം വരെ അത് വിട്ടുകൊടുക്കാതെ കിങ്ഫിഷർ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഈ രണ്ട് ഓഹരികൾ, പ്രധാനമായിട്ടും കിങ്ഫിഷർ എയർലൈൻസ്, ഈ 13 രൂപയിൽ നിൽക്കുന്ന ഈ ഓഹരി, ഇതിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കാം? യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഏകദേശം 1440 രൂപയ്ക്കാണ് ഇത് ഡിയാഗോയ്ക്ക് കൊടുക്കുന്നത്. ഈ രണ്ട് ഓഹരികളുടെയും കാര്യം എങ്ങനെയാണ്? 1500-1600 റേഞ്ച് ആയിരിക്കും എന്നാണ് പറയുന്നത്. 53.4% സ്റ്റേക്കാണ് ഡിയാഗോയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കിങ്ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കാം. എന്തായാലും മല്യയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. കിങ്ഫിഷർ പോലെയുള്ള ഒരു കമ്പനി ഇത്രയും രീതിയിൽ അദ്ദേഹത്തിന്റെ ഇമേജ് തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. ഇത് രണ്ട് ബിസിനസ്സാണ്. ഒന്ന്,
ഒന്ന് ഒരു മദ്യ വ്യവസായം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിന് വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവശ്യമില്ല, വലിയൊരു ഒരു സ്കിൽ ആവശ്യമില്ല, ഒരു മാനേജ്മെന്റ് സ്കില്ലൊന്നും ആവശ്യമില്ല. എന്നാൽ വളരെ നാരോ റേഞ്ചിൽ അവിടുത്തെ മാർജിൻ എന്ന് പറയുന്നത് 50-60 അല്ലെങ്കിൽ 80% മാർജിനുള്ള ഒരു ബിസിനസ്സാണ്. അതേസമയത്ത് എയർലൈൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ തിൻ മാർജിനിൽ മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അവിടെ വളരെയധികം മാനേജ്മെന്റ് സ്കില്ല് വളരെയധികം ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 80% മാർജിനിൽ നിന്നും 5% അല്ലെങ്കിൽ 2% മാർജിനിലേക്കുള്ള ഒരു ബിസിനസ്സിൽ വരുമ്പോൾ കുറേയധികം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. അത് നഷ്ടപ്പെട്ടു. അതാണ് ഒരു പ്രധാന റീസൺ. തീർച്ചയായിട്ടും ഇത് കിങ്ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പിന്നെ ഈ ഡീൽ 1-2 ദിവസത്തിന് ശേഷം മാത്രമേ ഈ ഡീൽ ത്രൂ ആവുകയുള്ളൂ. അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കിങ്ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. മല്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വലിയൊരു അസറ്റ് അദ്ദേഹം സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ചോദ്യങ്ങൾ പരിശോധിക്കാം. ഷിബു എബ്രാഹിം, അദ്ദേഹത്തിന്റെ സംശയം, ഇപ്പോൾ ഓഹരികളിൽ നിക്ഷേപിക്കുന്നതാണോ വിപണിയിൽ തന്നെയുള്ള ഗോൾഡ് ETF വാങ്ങുന്നതാണോ? ആഭരണങ്ങൾ വാങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ താല്പര്യം, വിപണിയിൽ നിന്നും ഓരോ ഗ്രാമായിട്ട് വാങ്ങുന്നതാണോ നല്ലതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓഹരി വിപണിയിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് 2004 to 2008 എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. 250% അടുത്ത് റിട്ടേൺ കൊടുത്തു. അതേസമയത്ത് ഗോൾഡ് റിട്ടേൺ എന്ന് പറയുന്നത് 113% ആയിരുന്നു. അപ്പോൾ ഇവിടെ 2008 to 2012 എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഗോൾഡാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ 2012 ടു അടുത്തൊരു 3 year 4 year ഗോൾഡ് ആ രീതിയിൽ റിട്ടേൺ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേസമയം സേഫർ കമ്മോഡിറ്റിയാണ് ഗോൾഡ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്, അതോടൊപ്പം തന്നെ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്തൊരു 3-4 അല്ലെങ്കിൽ മാക്സിമം ഒരു 6 months മാത്രമേ ഈ ഒരു ലെവലിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതോടുകൂടി വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യും. ഒരിക്കലും മാർക്കറ്റ് വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ ഒരു 4 വർഷത്തോളം കണ്ടിന്യൂസ് ഒരു ബെയർ മാർക്കറ്റാണ്. ചെറിയൊരു റിലീഫ് റാലി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭിച്ചിട്ടുള്ളൂ. പല സ്റ്റോക്കുകളും ഇപ്പോഴും വളരെ ലോവർ വാല്യൂവിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് വീണ്ടും എഫക്റ്റീവായിട്ടുള്ള പല മെഷേഴ്സും എടുക്കുന്നതും ഗ്ലോബലി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിന് കുറച്ച് ഫേവറബിൾ ആണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. ഏത് സ്റ്റോക്ക് വേണം എന്നുള്ളതാണ്. അതെ, ഇപ്പൊ ഗോൾഡ് എന്ന് പറയുന്നത് ഗോൾഡ് മാത്രമേ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒട്ടനവധി സ്റ്റോക്കുകളുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിന്റെ ഐഡന്റിഫിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനോടൊപ്പം അദ്ദേഹം 100 രൂപയിൽ താഴെയുള്ള മികച്ച ഓഹരികൾ ഈ സാഹചര്യത്തിൽ എന്താണ് ഭുവനേന്ദ്രൻ നിർദ്ദേശിക്കാനുണ്ട് ഉള്ളത് എന്നും ചോദിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കുറച്ച് സ്റ്റോക്കുകൾ പലപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ L&T ഫിനാൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തു. സണ്ണിലും അറിയാം 42 ലെവലിൽ വളരെ കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻസ് കൊടുത്തു. ഇപ്പോൾ 50% റിട്ടേൺ കൊടുത്തു. എനിക്കൊന്ന് അടുത്തൊരു മൾട്ടി ബാഗർ ആയിരിക്കും L&T ഫിനാൻസ് പോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ പലപ്പോഴും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ നല്ലത്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. കണ്ടിന്യൂസ് നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ഗോൾഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കൾച്ചറാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ പണിക്കാരുടെ പോലും ഒരു ആഗ്രഹമാണ് ഒരു തരിയെങ്കിലും സ്വർണം മേടിക്കുക എന്നുള്ളത്. അത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത കൾച്ചറാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരു കൾച്ചറില്ല നമ്മൾക്ക്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും ഇതേ രീതിയിൽ ചെറിയ നല്ല കമ്പനികളുടെ പാർട്ടായി മാറുക എന്നുള്ള രീതിയിലായിരിക്കണം. അത് ഇവിടെ വരുന്ന സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിനും ഗോൾഡ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ആളുകളുടെ ഒരു ധാരണ. അത് മാറ്റി സ്റ്റോക്ക് മാർക്കറ്റും ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് മാറണം. നമ്മളെ മുന്നിൽ കാണുന്ന കാനറ ബാങ്കോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റ മോട്ടോഴ്സോ ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായി മാറുക എന്നുള്ളത്. ഇപ്പോൾ L&T ഫിനാൻസ് അങ്ങനെയുള്ള ആ കമ്പനികളുടെ പാർട്ടായി മാറുക എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും ഇത് രണ്ടും. അദ്ദേഹത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഗോൾഡ് ആണോ നല്ലത് സ്റ്റോക്ക് ആണോ? രണ്ടും നല്ലതാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒട്ടനവധി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് സെലക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പോൾ അത് നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ടാറ്റ മോട്ടോഴ്സ് നല്ല ലാഭം മുൻപ് ഉള്ള റെക്കമെൻഡേഷനിൽ ലാഭം ലഭിച്ചിരുന്നു. അത് ഏത് ലെവലിലാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യമുണ്ട്. മറ്റൊന്ന് DLF, ബോംബെ ഡൈയിങ്, കാനറ ബാങ്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ചോദിക്കുന്നു. ഇപ്പോഴത്തെ രീതിയിൽ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 320 ലെവൽ വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. 320 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ടാറ്റ മോട്ടോഴ്സിൽ ഹോൾഡ് ചെയ്യുന്നത്. അടുത്തൊരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 265 and 257 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ലാസ്റ്റ് റിസൾട്ട് വന്നു. റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ റിസൾട്ടിന് കഴിഞ്ഞില്ല. എന്നാലും മാർക്കറ്റ്
അതിനോട് പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത്. ഈ ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സൊക്കെ വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാൻ സ്ട്രെങ്ത് ഉള്ള ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണല്ലോ. അതുകൊണ്ട് DLF ഇപ്പോഴത്തെ രീതിയിൽ DLF ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ചെറിയൊരു കറക്ഷൻ വരും. 201 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 193. ഈ 2 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ബോംബെ ഡെയിങ് ആണ് 114. ബോംബെ ഡെയിങ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ. 106 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 95 ലെവൽ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചെങ്കിൽ മാത്രമേ 95 ലെവൽ വരാൻ സാധ്യതയുള്ളൂ. ചെറിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ 106 ലെവൽ തീർച്ചയായിട്ടും ഒരു സേഫർ എൻട്രി ലെവൽ തന്നെയാണ്. 128 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്കിന് റിസൾട്ട് ലാസ്റ്റ് വീക്ക് വന്നു. മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ആ റിസൾട്ടിന് കഴിഞ്ഞിട്ടില്ല. കാരണം ലാസ്റ്റ് വീക്ക് സിപ്ല ഒഴിച്ച് ബാക്കി റിസൾട്ടുകളെല്ലാം തന്നെ മോശമായിരുന്നു. കാനറ ബാങ്ക് 419 ആൻഡ് 401 2 സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള എൻട്രി ലെവൽ തന്നെയാണ്. മാർക്കറ്റ് വാച്ച് പോലും പലപ്പോഴും 330, 340 ലെവൽ കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻസ് കൊടുത്താണ്. അതിനുശേഷം 467 വരെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 30% റിട്ടേൺ ഷോർട്ട് ടൈം വ്യൂവിൽ തന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ 470 ആണ് സ്റ്റോക്കിൽ അഗൈൻ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹത്തിന് ലോവർ ലെവൽ എൻട്രി ലഭിക്കുകയാണെങ്കിൽ 470 ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണങ്ങൾ അത് റിലയൻസിന്റെ അല്ല, അനിൽ അംബാനി, മുകേഷ് അംബാനി രണ്ടുപേരുടെ ഓഹരികളിലും ഒരു ഇടിവ് വലിയ കാര്യമായി ഇടിഞ്ഞില്ല എങ്കിൽ പോലും അത് തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ പ്രത്യേകിച്ചും കള്ളപ്പണം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രങ്ങളിലെല്ലാം അത് ലീഡ് സ്റ്റോറിയാണ് ശനിയാഴ്ച ദിവസത്തെ ദിനപത്രങ്ങളിൽ. എന്ത് തോന്നുന്നു? പക്ഷേ ഞാനൊരു ഓപ്പൺ ഇതിൽ പറയുകയാണെങ്കിൽ ഈ 100 കോടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 500 കോടി എന്ന് പറയുന്നത് അനിൽ അംബാനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അദ്ദേഹം ഒരു 100 കോടി അല്ലെങ്കിൽ 500 കോടി സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അതൊന്നും അത്രത്തോളം വലിയൊരു ന്യൂസ് ആണെന്ന് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിക്ഷേപകർ ഈ ഒരു ന്യൂസൊന്നും ഈ ഒരു കമ്പനിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് കുറേ അധികം ന്യൂസുകൾ വന്നു, നമ്മൾ കണ്ടതാണ്. DLFലും എല്ലാ കമ്പനികളിലും വന്നു. അത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് മാത്രമേ അതിനകത്ത്. ഫൈനലി കമ്പനിയുടെ പെർഫോമൻസ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ശരിയാണ്. തീർച്ചയായും ആത്യന്തികമായി കമ്പനിയുടെ പ്രകടനം തന്നെയാണ് നിർണായകമാവുക. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അജേഷിന്റെ സംശയമാണ്. അദ്ദേഹം L&T, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ആക്സിസ് ബാങ്ക്, അശോക് ലേലാൻഡ്, സിൻഡിക്കേറ്റ് ബാങ്ക് ഇത്രയും ഓഹരികളെ കുറിച്ചാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അശോക് ലേലാൻഡ് ഏറെ നാളുകൾക്ക് ശേഷം വെള്ളിയാഴ്ച വളരെ മികച്ച പ്രവർത്തന ഫലം, ബാക്കി SBIയും ONGC ഒക്കെ മോശമായപ്പോഴും വാഹന മേഖലയിൽ നിന്നും വളരെ മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെക്കുകയും ഒരല്പം മുന്നേറ്റം കിട്ടുകയും ചെയ്തു. ഹിന്ദുജ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. അതെ, ഇവിടെ അത് നമുക്ക് ഈ പലപ്പോഴും സ്റ്റോക്ക് സെലക്ഷൻ റോഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാകും എന്ന് പറയും. ഇപ്പോൾ അശോക് ലേലാൻഡിന് നമുക്ക് അറിയാം, അവരൊരു പുതിയ വണ്ടി വളരെയധികം സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ മെഡിക്കൽ സ്റ്റോർ ചെല്ലുമ്പോൾ ഒരു ബിസിനസ് കണ്ടെത്താം, സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ ബിസിനസ് കണ്ടെത്താം. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇപ്പോൾ അശോക് ലേലാൻഡ് നല്ല റിസൾട്ട് വരാനുള്ള ഒരു പ്രധാന റീസൺ 1-2 വെഹിക്കിൾ സക്സസ് ആകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കാണും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അവരുടെ എല്ലാ വെഹിക്കിളും വളരെ സക്സസ് ആണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിലും. മഹീന്ദ്രയൊക്കെ നമ്മൾക്കറിയാം, എല്ലാ വണ്ടികളും അവരുടെ സക്സസ് ആണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നല്ല L&T, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് സെലക്ഷൻ വളരെ നല്ല സെലക്ഷനാണ്. ഇതിൽ L&T ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഈ ഒരു ക്രൈസിസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ L&T ഏറ്റവും കൂടുതൽ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ സ്ട്രെങ്ത് ഉള്ളതാണ്. വളരെ നല്ല റിസൾട്ടാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. 1590 ആണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 1535 ഈ 2 ലെവൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമ്മൾക്ക് തന്നെ അറിയാം, ഒരു 6 മാസം മുമ്പ് L&T ഒരു അവസരത്തിൽ 1000 ലെവൽ വരെ വന്നതാണ്. അന്ന് മാർക്കറ്റ് വാച്ച് വളരെ ശക്തമായിട്ട് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു. 60% റിട്ടേൺ ആണ് 6 മാസം കൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും വളരെ അധികം ഹയർ ലെവൽ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല, സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഒരു L&Tയുടെ ഒരു പാർട്ടായി മാറുക. ഇന്ത്യയുടെ ഗ്രോത്തിന്റെ കൂടെ തന്നെ L&T ഉണ്ടാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവും, അങ്ങനെയുള്ള ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, മഹീന്ദ്ര ഇങ്ങനെയുള്ള കമ്പനികളുണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായി മാറുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ല കമ്പനികളുടെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. ഇതിൽ L&T എന്ന് പറയുന്നത് 1740 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് ആണ്
വളരെ നല്ല റിസൾട്ടാണ് അനൗൺസ് ചെയ്തു. 1035 ആൻഡ് 998 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1100 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇപ്പോഴും വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. 21 and 19 എനിക്ക് 19 ലെവൽ വരണമെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റിൽ നല്ല കറക്ഷൻ സംഭവിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 19 വരാനുള്ള സാധ്യത കുറവാണ്. 21 വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 26 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് 26 ലെവൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. 1180 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത് 1150. ഈ രണ്ട് ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഈ ആക്സിസ് ബാങ്കും ഒരവസരത്തിൽ LICയുടെ ഒരു സെല്ലിംഗ് വന്ന സമയത്ത് 825 ലെവൽ വരെ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നു. അപ്പം വളരെ നല്ല സ്റ്റോക്കുകളിൽ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നതാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ആളുകൾ എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അത് മാറി ഏറ്റവും നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്ട്രാറ്റജി തന്നെ. അപ്പോൾ ആക്സിസ് ബാങ്ക് വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 1260 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. ദെൻ അശോക് ലൈലാൻഡ് ആണ്. 2450 and 23 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 2770 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഇപ്പോൾ ഞാൻ ഈ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ പലപ്പോഴും പഴയ റേറ്റ് പറയുന്നത് 80 to 85 ലെവലിൽ വളരെയധികം ആളുകൾ ട്രേഡ് ചെയ്താണ് സിൻഡിക്കേറ്റ് ബാങ്ക്. ഇന്ന് നമ്മൾക്കറിയാം അതിന്റെ റേറ്റ് 124 ലെവലിലാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ വളരെ ഷോർട്ട് പീരീഡിൽ വളരെ ഹൈ ആണ്. സിൻഡിക്കേറ്റ് ബാങ്ക് ഒക്കെ നമുക്ക് നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ അടുത്ത കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 118 ആണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 113. ഒരു സേഫർ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 113 ലെവൽ ആയിരിക്കും. 133 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വളരെ നല്ല പോർട്ട്ഫോളിയോ ആണ്. അടുത്തൊരു എൻട്രി എന്ന് പറയുന്ന മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഭുവനേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ചില കമ്പനികൾ ഈ സമീപ ദിവസങ്ങളിൽ വലിയ മൂവ്മെന്റ് നടത്തുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത വി-ഗാർഡിന്റെ കാര്യം ഒന്ന്, വളരെ നിർണായകമായ വേറെ രണ്ട് ഓഹരികൾ, പ്രത്യേകിച്ചും മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറവും. നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ പുതിയ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷവും ഈ ഓഹരികളുടെ അല്ലെങ്കിൽ ഈ കമ്പനികളുടെ റിസൾട്ടുകൾ പ്രവർത്തന ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് തിരക്കേടില്ലായിരുന്നു. മണപ്പുറം പക്ഷേ വലിയ പൊസിഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ഒരു അൺവൈൻഡിങ് നടക്കുകയും ഒരു കറക്ഷൻ കാണുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഈ പ്രത്യേകിച്ചും ഈ ഇത്തരം NBFCകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആഴ്ച അതിനെ സംബന്ധിച്ചുള്ള പഠിക്കാൻ ഏർപ്പാട് ചെയ്ത റാവുവിന്റെ റിപ്പോർട്ട്, MUR റാവുവിന്റെ ഒരു റിപ്പോർട്ട് വരികയാണ്. അതിൽ ലോൺ ടു വാല്യൂ, അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ സ്വർണത്തിന്റെ വിലയിൽ 100 രൂപയ്ക്ക് 60 രൂപയാക്കി 60 രൂപയെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പണയ വസ്തുവായിട്ട് വെച്ചാൽ, അത് 60 രൂപ എന്ന് ഉയർത്തി പഴയതുപോലെ 70 അല്ലെങ്കിൽ 75 രൂപയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം റാവു റിപ്പോർട്ടിൽ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഈ NBFC കമ്പനികളിൽ ഒരു ആക്ഷൻ അങ്ങനെ വന്നാൽ വലിയ രീതിയിൽ അവരുടെ ലാഭക്ഷമത വർദ്ധിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ലേ? അത് തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, സനൽ പറഞ്ഞ 60ൽ നിന്നും 75ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെന്റ്. ഇപ്പോൾ 60% എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ വാല്യൂ വളരെയധികം ഹയർ ലെവലിലേക്ക് പോയതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു പ്രശ്നത്തെക്കുറിച്ച് അവെയർ ആയിരിക്കുമ്പോൾ അതിനുവേണ്ട മെഷേഴ്സ് എടുക്കും. അപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, കൂടുതൽ സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി അങ്ങനെയാണ് ആ ബിസിനസ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അതാണ് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇത് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള മെഷേഴ്സ് എടുത്തു എന്നുള്ളതാണ്. അതുപോലെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റ്, ഇതൊക്കെ അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടി. ഈ ബിസിനസ് എന്നും വളരെയധികം പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്, വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ബിസിനസ്സുമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയിൽ വലിയൊരു പ്രശ്നം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിക്ഷേപകർക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം പേർ ഇതിൽ ഈ മണപ്പുറം മുത്തൂറ്റ് ഫിനാൻസിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഓഹരികളിൽ വലിയ അളവിൽ വാങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് ഒക്കെ ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണെന്നല്ല, അതിന് മാനേജ്മെന്റ് ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റ്, നല്ല ബിസിനസ് മോഡൽ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മാർക്കറ്റ് അടുത്ത ആഴ്ച പ്രത്യേകിച്ചും ദീപാവലി അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ഒരു പോസിറ്റിവിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ അധികം വില അങ്ങോട്ട് വലിയ രീതിയിൽ സ്പർട്ട് ചെയ്യാത്ത നിക്ഷേപകർക്ക് ഇപ്പോഴും ഈ സാഹചര്യത്തിലും നിക്ഷേപിക്കാൻ അനുയോജ്യമായ 2-3 ഓഹരികൾ പറയാം. തീർച്ചയായിട്ടും അതിൽ നമ്മൾ L&T ഫിനാൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് JP അസോസിയേറ്റ്സ്, ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ 88 ലെവൽ വരുമ്പോൾ JP അസോസിയേറ്റ്സിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ദെൻ സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ,
വാല്യൂഷൻ വളരെ ഫെയർ വാല്യൂ ആണ്, ഇക്വിറ്റി സൈസ് വളരെ കൂടുതലാണ്, റിസൾട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല. പക്ഷേ 79 ലെവൽ വരികയാണ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പലപ്പോഴും മാർക്കറ്റ് വെച്ച് പറയുന്നതാണ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൊടുത്തിട്ടില്ല, അതേ സമയത്ത് നഷ്ടം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ സ്റ്റോക്കിൽ വീണ്ടും എക്സ്പോഷർ കൂട്ടുന്നത് തീർച്ചയായിട്ടും ഇത് അക്യുമുലേറ്റ് ചെയ്യുക സെയിൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ സെയിൽ തരാൻ സാധ്യതയുണ്ട്. ദെൻ യൂക്കോ ബാങ്ക് ആണ് 71 ലെവൽ വരുമ്പോൾ യൂക്കോ ബാങ്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ JP അസോസിയേറ്റ്സും സെയിലൊക്കെ കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻസ് കൊടുത്തതാണ്. അതിൽ JP അസോസിയേറ്റ്സ് ഒക്കെ 30-40% റിട്ടേൺ കൊടുത്തു. അതുപോലെ യൂക്കോ ബാങ്ക് അഡ്വൈസബിൾ ആണ്. ഈ 3 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്യുമുലേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ L&T ഫിനാൻസ്, ഈ സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ബൈ അഡ്വൈസബിൾ ആണ്. ഇതിനെല്ലാം പുറമെ ഇപ്പം ചൊവ്വാഴ്ച ദീപാവലി ആണ്, അതിൻ്റെ മുഹൂർത്ത വ്യാപാരമാണ്. അതിലേക്ക് അല്ലെങ്കിൽ ദീപാവലി പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ സ്റ്റോക്ക് പറയാനുണ്ടോ? സ്പെഷ്യൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എല്ലാ സ്റ്റോക്കും സ്പെഷ്യലാണ്. അതിൽ സ്പെഷ്യൽ സ്റ്റോക്ക് ഞാൻ എപ്പോഴും ഫേവറബിൾ ആയിരിക്കുന്നത് L&T നല്ലതാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ തന്നെ നല്ല ലാർജ് ക്യാപ്പ്. അതൊക്കെ പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ, പ്രത്യേകിച്ച് SBI ഇപ്പോൾ ഒരല്പം ഇടിവിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതെ, ഇപ്പോൾ 2200 ബിലോ ആണ്. അതൊക്കെ ഒരു ബെറ്റ് തന്നെയായിരിക്കും. അതൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ. നന്ദി ഭുവനേന്ദ്രൻ. വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ അല്ലെങ്കിൽ ധാരാളം നിക്ഷേപകർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത ചൊവ്വാഴ്ചത്തെ ദീപാവലി മുഹൂർത്ത വ്യാപാരം. സാധാരണഗതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം ഒരു ബെയർ മാർക്കറ്റ് പേസിലൂടെ കടന്നുപോയതുകൊണ്ട് മാർക്കറ്റുകൾ പൊതുവെ ഒരു ദുർബലമാവുന്നതാണ് കണ്ടത് ദീപാവലിയോടനുബന്ധിച്ച്. പക്ഷേ ഇക്കുറി അതിനൊരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷകൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ചത്തെ ഈ പ്രവർത്തന ഫലങ്ങൾ, പ്രത്യേകിച്ചും SBIയുടെ പ്രവർത്തന ഫലമൊക്കെ മോശമായത് ഒരല്പം നിരാശ മാർക്കറ്റിൽ പരത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ദീപാവലി എപ്പോഴും പുതിയ പ്രതീക്ഷകളുടെയും മറ്റും കാലമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് മുഹൂർത്ത വ്യാപാരം പ്രത്യേക പരിപാടി ഉണ്ട്. അത് ചൊവ്വാഴ്ച വൈകിട്ട് 3:45 മുതൽ 4:30 വരെ അത് കാണാം. അതിനോടൊപ്പം തന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, ഇനി അങ്ങോട്ട് മാർക്കറ്റുകൾ ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇന്ത്യയിലെ 90% അനലിസ്റ്റുകളും കരുതുന്നത്. അപ്പോൾ ബെയറിഷ് ഗ്രിപ്പിൽ നിന്നും ബുള്ളിഷ് ഗ്രിപ്പിലേക്കുള്ള ആ മാറ്റത്തിന്റെ ഒരു നാന്ദി കുറിക്കലാവാം ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വരാനിരിക്കുന്ന ദീപാവലി. അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.